അപ്പോൾ ആറ്റിങ്ങലിൽ ഒരു കള്ളവോട്ടുമായി ബന്ധപ്പെട്ടൊരു വിവരമുണ്ട്. ആർ അനന്തകൃഷ്ണൻ നമുക്ക് പോകേണ്ട മധു. അനന്തൻ, എന്താണ് ഇപ്പോൾ ആറ്റിങ്ങലിലെ അവസ്ഥ? അഭിലാഷ്, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പോത്തൻകോട് മേരിമാത സ്കൂളിലെ 43-ാം നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് രേഖപ്പെടുത്തിയെന്നുള്ള പരാതി ഉയർന്നത്. ഇവിടെ 66 വയസ്സുള്ള ലളിതമ്മ എന്ന വോട്ടർ രാവിലെ 8 മണിക്ക് വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് തന്റെ വോട്ട് അതിന് മുൻപേ മറ്റാരോ ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നത്. ലളിതമ്മ ഇത് പരാതിയായി ഉന്നയിച്ചു. ലളിതമ്മയെ കൊണ്ട് ടെൻഡർ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നാണ് ലളിതമ്മ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും കനത്ത മത്സരം നടക്കുന്ന ആറ്റിങ്ങലിലാണ് ഇപ്പോൾ ഒരു കള്ളവോട്ട് പരാതി ഉയർന്നിരിക്കുന്നത്. രഘുനാഥ് നാരായൺ കൂടിയുണ്ട് ആലപ്പുഴയിൽ. രഘുവുമായി ബന്ധപ്പെട്ട ആദ്യം ഒരു കാര്യമാണ്, രഘുവിന് കഴിഞ്ഞ ദിവസമാണ് ഒരു ആൺകുഞ്ഞ് ജനിച്ചത്. ആ തിരക്കിനിടയിലാണ്, ആ സന്തോഷത്തിനിടയിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനായിട്ടിരിക്കുന്നത്. രഘു, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നോ? രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് വർത്തമാനം? ഞാനിപ്പോ ഈ ആലപ്പുഴയിൽ നിന്ന് രമേശ് ചെന്നിത്തല എടുക്കാൻ വേണ്ടി നമ്മുടെ ഹരിപ്പാട്ടേക്ക് പോകുമ്പോൾ ഈ തീരമേഖലയിലൂടെയാണ്, നമുക്ക് ഹൈവേ കൂടെ സഞ്ചരിച്ചവരോടൊക്കെ അറിയാം, ആ തീരമേഖലയാണ് ഹൈവേയുടെ പടിഞ്ഞാറ് വശം എന്ന് പറയുന്നത്. ആ മേഖലയിലെ ഒക്കെ ബൂത്തുകളിൽ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ രാവിലെ വെളുപ്പിന് ഓഫീസിലേക്ക് വരുന്ന സമയത്തും ഇപ്പൊ തിരിച്ചു മൂന്നാമത്തെ തവണയാണ് ഈ ദേശീയപാതയിലൂടെ പോകുന്നത്. ആ രാവിലെ ആരംഭിച്ച തിരക്ക് ഇതുവരെ അവസാനിച്ചിട്ടില്ല. നമ്മൾ ഈ ഒരു നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ആളുകളൊക്കെ ഇറങ്ങി നിന്നങ്ങ് കുത്തുകയാണെന്ന് നമ്മൾ നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ അതേപോലത്തെ ഒരു അവസ്ഥയാണ്. ജനമെല്ലാം ഇറങ്ങി വന്നു നിന്ന് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. രാവിലെ AM ആരിഫ് അവിടുത്തെ ഇടതു സ്ഥാനാർത്ഥി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു തീരമേഖലയിൽ വലിയ ആവേശമാണ്, അത് ഇടതുമുന്നണിക്ക് അനുകൂലമായി വരുമെന്ന്. അങ്ങനെയുള്ള കണക്കൂട്ടലുകളിലൊക്കെ വല്ല കാര്യവുമുണ്ടോ? ഇപ്പോൾ അങ്ങനെ പറയേണ്ടതുണ്ടോ? തീർച്ചയായും തീരമേഖലയിലെ വോട്ട് വളരെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ തവണ ഈ തീരമേഖലയിലെ പ്രത്യേകിച്ച് ഒരു ഹിന്ദു വിഭാഗത്തിന്റെ വോട്ടുകൾ തീരമേഖലയിലെ N ബ്ലോക്കായിട്ട് ഡോക്ടർ KS രാധാകൃഷ്ണന് പോൾ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് 1,80,000-ലധികം വോട്ടുകൾ നേടാനായത്. ഈ തവണയും അത്തരത്തിൽ BJP-യിലേക്ക് ആ വോട്ടുകൾ വന്നാൽ അത് ഇരു മുന്നണികളുടെയും വിജയത്തെ കാര്യമായി തന്നെ അതിനെ ബാധിക്കും. അതായത് ഒരു വിജയത്തെ നിർണ്ണയിക്കുന്ന ഘടകം തീരമേഖലയിലെ വോട്ടുകൾ തന്നെയാണ്. ഒരു വിഭാഗത്തിന്റെ അല്ല, 3 വിഭാഗത്തിന്റെ. പക്ഷേ മെജോറിറ്റി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗത്തിന്റെ ആയതുകൊണ്ടാണ് 3 മുന്നണികൾക്കും അതൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മുതൽ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ഒരു ത്രികോണ പോരാട്ടം ഒന്നും അല്ലെങ്കിൽ പോലും വലിയൊരു മത്സരത്തിന്റെ ഒരു വീറും വാശിയിലേക്കും ഈ ആലപ്പുഴ മണ്ഡലം അതായത് ഒരു ഡിസൈഡർ ആവാൻ ശോഭാ സുരേന്ദ്രന് കഴിയും. ശോഭാ സുരേന്ദ്രൻ എത്ര വോട്ട് പിടിക്കുന്നു, വോട്ട് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ മൊത്തത്തിലുള്ള ഫലത്തെ സ്വാധീനിക്കാം എന്നുള്ളതാണ്.